ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഗ്രീൻ കളർ ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ചെയ്യുന്ന എല്ലാ ഇയറിങ്സിനും നമ്മൾ ഗ്രീൻ കളറായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ഗ്രീൻ കളർ മുത്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും പിന്നെ എൻ്റെ കയ്യിലുള്ളതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, പച്ച കളറിലിരിക്കുന്നതൊക്കെ. പിന്നീട് ഇത് കൂടാതെ നമുക്ക് വേണ്ടുന്നതാണ് ഇതുപോലെ ജമ്പ് റിങ്സ്, ഇയർ ഹുക്ക്, ഇതുപോലെ ഹെഡ് പിൻസ്, പിന്നീട് ഗിയർ വയർ, ഗോൾഡൻ കളർ ഗിയർ വയറാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. പിന്നീട് നമ്മൾ ഇതുപോലെ ബോൾ സ്റ്റഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അറ്റത്ത് ഇതുപോലെ ലൂപ്പ് കാണും, ഇതാണ് ബോൾ സ്റ്റഡ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ സ്റ്റഡ് ബേസ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഇയർ വയേഴ്സോ ഇയർ ഹുക്കോ ഇതുപോലത്തെ ഇയർ ഹുക്ക് യൂസ് ചെയ്താലും മതി, ഇത് വേണമെന്ന് നിർബന്ധമില്ല. പിന്നീട് ഇതുപോലെ ഐ പിൻസ്. ഇത്രയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇന്ന് ചെയ്യാൻ പോകുന്ന ഇയറിങ്സ് എല്ലാം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ എടുക്കുന്നത് ഐ പിൻസ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ നീളത്തിൽ 2 ഐ പിൻ എടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടുന്നത് കുറച്ച് മുത്താണ്. ഞാൻ അതിനായിട്ട് ഇതുപോലെ ഡയമണ്ട് ഷേപ്പിലിരിക്കുന്ന കുഞ്ഞു മുത്തുകളാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഐ പിൻ എടുക്കുന്നു, അതിനകത്തേക്ക് ഒരു 4 ഡയമണ്ട് ഷേപ്പ് ഇട്ട് കൊടുക്കുവാണ്. ഇതുപോലെ 4 എണ്ണം നമ്മൾ ഇട്ട് കൊടുത്ത് പിന്നീട് നമുക്ക് എംബ്രോയ്ഡറിക്കൊക്കെ ചെയ്യുന്ന പൈപ്സ് ആണ് വേണ്ടുന്നത്. ഇത് നിങ്ങൾക്ക് ഡ്രസ്സിനകത്തൊക്കെ സാധാരണ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാ കടകളിലും സാധാരണ കിട്ടുന്നതാണ്. എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്ന നൂലൊക്കെ വാങ്ങുന്ന കടയിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇത് എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ ആ ഒരു 2 പൈപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്, ഒരേ അളവിലെ വേണം. എന്നിട്ട് അതിലൊരെണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇതുപോലെ ഇതുപോലെ ഇട്ടതിന് ശേഷം ഞാൻ 2 ഇയർ വയേഴ്സ് എടുക്കുവാണ്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യണം. ഇതുപോലെ നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടുന്നതാണ് ഇതുപോലെ ലീവ് ഷേപ്പ്. ഇത് മീഷോയിൽ നിങ്ങൾക്ക് കിട്ടും, ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മുത്ത് തന്നെ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഈ ലീഫ്, അതുകൊണ്ട് ഇത് ഞാൻ എടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് വേണ്ടുന്നതാണ് ജമ്പ് റിങ്സ്. ജമ്പ് റിങ്സ് എടുത്തതിന് ശേഷം ഇത് ഞാൻ ഓപ്പൺ ആക്കുക. ഈ ലീഫ് ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ ഈ ഇയറിങ്ങിൻ്റെ അറ്റത്തേക്ക് ഇതിട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ സെറ്റായി കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു ഫസ്റ്റ് കമ്മൽ ഇത്ര എളുപ്പത്തിൽ സെറ്റായി. നല്ല ക്യൂട്ടായിട്ടില്ലേ? ഇത് നല്ല ഭംഗിയാണ്. നിങ്ങൾ ഇട്ട് നോക്കുമ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ജോഡിയും കൂടെ ചെയ്തെടുത്ത് ഇത് സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഇയറിങ് ഇവിടെ സെറ്റായിട്ടുണ്ട്. സംഭവം സൂപ്പറാണ്. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും. നല്ലതായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കുറച്ച് പേർക്കൊക്കെ ഷെയർ കൂടെ ചെയ്യുക. ഞാൻ ഇതിട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നീളത്തിലാണ് ഇതുണ്ടാവുന്നത്. അപ്പം നീളമുള്ള കമ്മലൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഇയറിങ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഗിയർ വയറാണ് എടുക്കുന്നത്. എന്നിട്ട് കുറച്ചെടുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടുന്നതാണ് ഇതുപോലൊരു ചെയിൻ. ഇത് മാലയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. 10 രൂപയുടെയൊക്കെ മാല നോക്കാം, പക്ഷേ അതിനകത്ത് ഹോൾ ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഇനി നമുക്ക് ഈ ചെയിൻ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഗിയർ വയർ എടുക്കാം, കുറച്ച് മുത്തെടുക്കാം.
ഇതുപോലെ ഡയമണ്ട് ഷേപ്പിലെ മുത്താണ് എടുത്തിട്ടുള്ളത്. ഇതിനുള്ളിലേക്ക് ഒരു 3 എണ്ണം ആദ്യമേ ഇടണം. 3 മുത്തിട്ട് കൊടുത്ത് അതിനുശേഷം നമ്മുടെ ഈ കട്ട് ചെയ്ത് വെച്ച ചെയിനിൻ്റെ ഒരെണ്ണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. വീണ്ടും ഒരു 3 എണ്ണം ഇട്ട് കൊടുക്കണം. ഇതുപോലെ. ഇനി നാലാമത് നമുക്ക് ഇതുപോലെ ഒരെണ്ണം എടുത്തതിന് ശേഷം ക്രോസ് ആയിട്ട് എടുക്കണം. ഒന്ന് ഇങ്ങോട്ടും ഒരെണ്ണത്തിൻ്റെ അറ്റം ഇങ്ങോട്ടും ഇതുപോലെ ക്രോസ് ആക്കി എടുത്തതിന് ശേഷം ഇങ്ങനെ വലിച്ചു കൊടുക്കാം. ഇതുപോലെ. അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ നല്ല രസമായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കിട്ടിയതിന് ശേഷം നമ്മുടെ ഈ ഗിയർ വയർ നമ്മൾ മേലോട്ട് എടുക്കണം. എന്നിട്ട് ഇതുപോലെ ചുറ്റാം. ഇതുപോലെ ചുറ്റി കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് നമ്മുടെ ഇയർ ഹുക്ക് എടുക്കാം. ഇതിനുള്ളിലേക്ക് ഇത് ഡയറക്റ്റായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതുപോലെ ചുറ്റിയെടുക്കാം. ഇതുപോലെ. എന്നിട്ട് എക്സ്ട്രാ വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കമ്മൽ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും സിമ്പിളാണോ എന്ന്. ഈ ഒരു ചെയിൻ ഇതുപോലെ അങ്ങ് കിടക്കുമ്പോൾ തന്നെ ഇതിന് ഭയങ്കര ഭംഗിയാണ്. പിന്നീട് നമ്മൾ ഈ കുഞ്ഞു മുത്ത് ഇതുപോലെ റൗണ്ട് ആക്കുമ്പോഴും നല്ലതായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇതിൻ്റെ ജോഡിയും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിതിൻ്റെ ജോഡിയും ചെയ്തെടുത്തിട്ടുണ്ട്. സംഭവം സൂപ്പറാണ്. ഇത് ഏറ്റവും എളുപ്പമുള്ള കമ്മലുകളാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോഴേ മനസ്സിലാവും, നല്ല ഭംഗിയാണ്. നിങ്ങളിത് ചെയ്ത് നോക്കുമ്പം ഇത് ഇട്ട് നോക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും സിമ്പിളുമാണ്, നല്ല ക്യൂട്ടായിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടുമുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ഇയറിംഗ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഇവിടെ ഹെഡ് പിൻസ് ആണ് എടുക്കുന്നത്. ഇതുപോലെ ഞാൻ നീളമുള്ള 2 ഹെഡ് പിൻ എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഈ മുത്താണ് എടുക്കുന്നത്. ഇതൊരു ലൈറ്റ് ഗ്രീനാണ്. പിന്നീട് ഞാൻ ഇതുപോലെ കുറച്ച് റൗണ്ട് സംഭവം എടുക്കുന്നുണ്ട്. ഇത് ഡ്രസ്സിനെല്ലാം പിടിപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്ന സാധനങ്ങൾ വാങ്ങുന്ന സ്ഥലത്ത് നിന്ന് ഇത് കിട്ടും നിങ്ങൾക്ക്. ഇത് നിങ്ങൾക്ക് മീഷോയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മതി നമുക്ക്. ഇനി നമുക്ക് ഇത് ഹെഡ് പിൻ എടുക്കാം. അതിലേക്ക് ആദ്യം ഒരു മുത്തിട്ട് കൊടുക്കാം ഇതുപോലെ. പിന്നീട് നമുക്ക് നമ്മുടെ ഈ റിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് മുത്തിട്ട് കൊടുക്കാം. വീണ്ടും റിങ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എത്ര നീളം വേണോ അത്രയും നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഇതുപോലെ. അപ്പം ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇത്രയും നീളം മതിയായതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ് ഈ സംഭവം. പിന്നീട് ഞാൻ എടുക്കുന്നത് ബോൾ സ്റ്റഡ് ആണ്. കാരണം എൻ്റെ ഇതുപോലത്തെ ഇയർ ഹുക്ക് തീർന്നിട്ടുണ്ട് ഗോൾഡൻ കളറിൽ. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ബോൾ സ്റ്റഡ് എടുക്കുവാണ്. എന്നിട്ട് ഇത് ഞാൻ ഇതിനുള്ളിൽ കൂടെ ഇടുവാണ്, ഇതിൻ്റെ അറ്റത്തെ ലൂപ്പിൽ കൂടെ. കുറച്ച് നമുക്കൊരു ശകലം കട്ട് ചെയ്തുകൂടെ കളയാം, കാരണം നീളം കൂടുതലാണ്. പിന്നീട് നമുക്ക് ഇതുപോലെ ക്ലോസ് ചെയ്യാം. അപ്പം നമുക്കിത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്.
സംഭവം നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഈ ബോൾ സ്റ്റഡ് ആയതുകൊണ്ട് കുറച്ചും കൂടെ ഭംഗിയുണ്ട്. നിങ്ങൾക്ക് അതില്ലേലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇതുപോലെ ഇയർ ഹുക്കോ ഇയർ വയേഴ്സോ യൂസ് ചെയ്യാം. ബാക്കിയുള്ള കമ്മലിനേക്കാളും ഇതിനൊരു ശകലം വെയിറ്റ് ഉണ്ട്, കാരണം നമ്മൾ ഇത്രയും വലിയ മുത്ത് ഇതിനകത്ത് ഇട്ടേക്കുവാണ്. ഒരു ശകലം, പക്ഷെ എന്നാലും നല്ല രസമാണിത്. ഇത് ക്യൂട്ടായിട്ടില്ലേ? നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. നമുക്കിതിൻ്റെ ജോഡിയും കൂടെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ കമ്മൽ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇത് അടിപൊളിയാണ്. നിങ്ങൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തായാലും നിങ്ങളിത് ചെയ്ത് നോക്കണം. ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ ഇയറിംഗ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ നമ്മുടെ ബോൾ സ്റ്റഡാണ് എടുക്കുന്നത്, 2 പിന്നീട് നമുക്ക് വേണ്ടതാണ് ഇതുപോലെ ഗിയർ വയർ. എന്നിട്ട് നമ്മൾ കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഈ ബോൾ സ്റ്റഡിനുള്ളിൽ കൂടെ ഇതെടുത്തതിന് ശേഷം ഇതുപോലെ മടക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ മുത്താണ് എടുക്കുന്നത്. ഈ നമ്മൾ കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ 2 മഴത്തുള്ളി മുത്തും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ മുത്തിട്ട് കൊടുക്കാം. ഇതുപോലെ രണ്ടും കൂടെ ചേർത്ത് അങ്ങറ്റം വരെ ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മളൊരു 3 ഇട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ മഴത്തുള്ളി മുത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് സൈഡിൽ കൂടെ ഹോളുള്ള മഴത്തുള്ളി മുത്താണ്. ഇതുപോലെ വീണ്ടും നമ്മളൊരു 3 മുത്തിട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നതാണ് കമ്മലിൻ്റെ ആണി. അതും ഈ ടൈപ്പ് തന്നെ വേണം. സാധാരണ നമ്മൾ പ്ലാസ്റ്റിക് കമ്മലൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ടിരിക്കുന്ന ഒരെണ്ണത്തിൽ കൂടെ എടുത്തതിന് ശേഷം നല്ലപോലെ ചുറ്റിയെടുക്കണം. പിന്നീട് ഇത് ക്ലോസ് ചെയ്യുമ്പം ഇതുപോലെ ഉണ്ടായിരിക്കും. ഇത് നമുക്ക് ഇതുപോലെ ഊരാം. എന്നിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഈ സംഭവം അടിപൊളിയാണ്, സിമ്പിളുമാണ്. കാതിൽ ഇടുമ്പോഴേ ഇതിൻ്റെയൊക്കെ ഭംഗി മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. നമുക്കിനി ഇതിൻ്റെ ജോഡി കൂടെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ 4ാമത്തെ കമ്മലും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. ഇനി നമ്മൾ നമ്മുടെ 5ാമത്തെ ഇയറിംഗ് ആണ് ചെയ്ത് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ മഴത്തുള്ളി മുത്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 3 ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്ന ഹെഡ് പിൻസ് ആണ്. ഞാൻ സിൽവർ കളറിലെ ഹെഡ് പിൻസ് ആണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ലൂപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരെണ്ണം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ലൂപ്പ് ചെയ്യാം. ഇതുപോലെ 3 ചെയ്തെടുക്കണം. പക്ഷേ നമ്മൾ ഈ 3 ചെയ്യുന്നതിൽ ഒരെണ്ണത്തിൽ ഇതുപോലെ ഞാൻ വേറൊരു മുത്തും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എന്നിട്ട് ലൂപ്പ് ചെയ്യാം.
അങ്ങനെ നമ്മൾ ഇത് 3 ഇതുപോലെ ലൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ഒരുപോലെയും ഒരെണ്ണത്തിൽ ഒരു മുത്തും കൂടെ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടുന്നതാണ് നമ്മുടെ ഇയർ ഹുക്കും ജംപ് റിങ്സും. അതിനുശേഷം നമുക്ക് ജംപ് റിങ്സ് ഇതുപോലെ ഓപ്പൺ ആക്കാം. ആദ്യം ഒന്നിടുക, പിന്നീട് ഇതുപോലെ നമ്മൾ എക്സ്ട്രാ ഒരു മുത്തിട്ടതാണ് നടുക്കിടേണ്ടത്. പിന്നീട് വീണ്ടും അടുത്തത് ഇടണം. അങ്ങനെ നമ്മുടെ ഈ 3 ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇയർ ഹുക്കും കൂടി ഇട്ടതിന് ശേഷം ഇതങ്ങ് ക്ലോസ് ചെയ്യാം. അപ്പോൾ സംഭവം നമുക്കിത് ഇതുപോലെ സെറ്റായി കിട്ടും. ഇത് എളുപ്പമാണ്, കാണാൻ നല്ല ഭംഗിയുമാണ്. നിങ്ങളിതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. നമുക്കിനി ഇതിൻ്റെ ജോഡിയും കൂടെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിതിൻ്റെ ജോഡിയും കൂടെ ചെയ്തെടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് അടിപൊളിയാണ്. നിങ്ങളിതെല്ലാം എന്തായാലും ചെയ്ത് നോക്കുക. ഇതെല്ലാം വളരെ വളരെ സിമ്പിളാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര അടിപൊളിയാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കമ്മലുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് പറയണേ. നെക്സ്റ്റ് നിങ്ങൾക്ക് ഏത് കളർ ചലഞ്ചാണ് ചെയ്യേണ്ടതെന്നും താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ കമ്മലെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എളുപ്പമായിട്ട് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമെന്നും ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കുറച്ച് പേർക്ക് ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ബൈ.